അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതരമത സുഹൃത്തുക്കൾക്ക് എൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. PC ജോർജിനെ മുൻകൂർ ജാമ്യം തള്ളിയിരിക്കുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ചൊരു വാർത്തയാണ് ഇന്ന് മീഡിയയിൽ ഇപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് കണ്ടത്. പലരുടെയും സംശയമായിരുന്നു, നിങ്ങളെപ്പോലെ തന്നെ എൻ്റെയും എന്നെപ്പോലെ തന്നെ നിങ്ങളുടെയും ഒക്കെ സംശയമായിരിക്കാം, PC ജോർജ് എന്തുകൊണ്ടാണ് സർവകലാവല്ലഭനായി ആർക്കും പിടികൊടുക്കാതെ നിയമത്തിന് അതീതനായിക്കൊണ്ടിങ്ങനെ വിലസ് നടക്കുന്നത്. നമ്മുടെ ബോച്ചയെ പോലും ചെറിയൊരു പരാമർശത്തിൻ്റെ പേരിൽ കോടതി അകത്തിട്ടെങ്കിൽ, പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിൽ, ഈ PC ജോർജ് ഒരർത്ഥത്തിൽ നമ്മളെക്കാളും അതുപോലെ തന്നെ ബോച്ചയെക്കാളും ഒക്കെ അച്ചടക്കം പാലിക്കേണ്ട ഒരാളാണ്. നിയമസഭയിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 33 വർഷത്തോളം രാഷ്ട്രീയത്തിൽ അതിനേക്കാൾ കൂടുതലുണ്ട് അദ്ദേഹം. എന്നിട്ട് തഴക്കം പഴക്കം വന്ന ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയക്കാരനാകുന്നതിന് പകരം ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളുമൊക്കെ പാലിച്ച് അച്ചടക്കമുള്ള ഒരു പൗരനായി മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട PC ജോർജ് തന്നെ വായിൽ തോന്നുന്നത് കോതക്ക് പാട്ട് എന്നതുപോലെ ഒരു ചാനൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു മൈക്ക് കാണുമ്പോൾ ചില ആളുകളൊക്കെ മൈക്ക് തിന്ന് തീർത്തിട്ടേ അത് കയ്യിൽ തരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ചാനലെടുത്ത് കാണുമ്പം അവിടുത്തെ പരിസരബോധമൊന്നും ഇല്ലാതെ എന്താണോ പറയണത് അതൊന്നും PC ജോർജിന് പിന്നെ യാതൊരു ലക്കും ലഗാനുമില്ല. അത് ഓന്തിൻ്റെ സ്വഭാവമാണ്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. കുറച്ച് മുമ്പ് ഒരു മുസ്ലിം സംഘടനയുടെ വേദിയിൽ കയറിക്കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് കുറേ തള്ളി മറിച്ചിട്ടു. പിന്നെ ഇപ്പോൾ ഇതാ BJPയോടൊപ്പം കൂടിക്കൊണ്ട് ഒരു പ്രമുഖ ചാനലിൽ വന്നുകൊണ്ടിരുന്നു കൊണ്ട് തന്നെ അയാൾ വർഗീയ വിദ്വേഷം തുപ്പുകയാണ്. മുസ്ലിങ്ങളൊന്നും ഇവിടെ ജീവിക്കേണ്ട, അവരൊക്കെ പാകിസ്ഥാനിലേക്ക് പൊക്കോ, എല്ലാ മുസ്ലിങ്ങളും വർഗീയവാദികളാണ്, മുസ്ലിങ്ങളിൽ ചില വർഗീയവാദികളുണ്ട് എന്ന് പറയുകയാണെങ്കിലും ഓക്കെ. അപ്പം അത് ഏതൊരു മതവിഭാഗത്തിലും ഒരു കുറച്ച് ആളുകൾ വർഗീയവാദികളുണ്ടാവും, അവരായിരിക്കും ആ മതത്തെ പറയിപ്പിക്കുന്നത് എന്ന് കരുതി എല്ലാവരും മോശക്കാരാന്ന് പറയാൻ പറ്റും. ഹിന്ദുക്കളെ കൂട്ടത്തിൽ നല്ലവരില്ലേ, ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ നല്ലവരില്ലേ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നല്ലവരില്ലേ എന്ന് മാത്രമല്ല ബഹുഭൂരിഭാഗം നല്ലവരായിരിക്കും ഏതൊരു മതത്തിലും. ശാന്തമായി ജീവിക്കുന്ന മതേതര സ്വഭാവമുള്ള മനുഷ്യത്വമുള്ള ആളുകളായിക്കൊണ്ടാകുക. ഒരു ന്യൂനപക്ഷം ഏതൊരു മതവിഭാഗത്തിനും പറയിപ്പിക്കാൻ വേണ്ടി ഉണ്ടാവും. അത് വെച്ചുകൊണ്ട് ആ മതവിഭാഗം മുഴുവനും മോശക്കാരാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഞങ്ങളാരും തന്നെ, വേറെ എവിടേക്കും ഉദാഹരണം പോണ്ട, ഞങ്ങളാരും തന്നെ ഒരിക്കലും മതവിദ്വേഷം പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, വർഗീയത പ്രോത്സാഹിപ്പിക്കുന്നവരല്ല, അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. ഇവിടെ എല്ലാവർക്കും ജീവിക്കണം. ഇന്ത്യ ഹിന്ദുവിൻ്റേത് മാത്രമല്ല, മുസൽമാൻ്റേത് മാത്രമല്ല, ക്രൈസ്തവൻ്റേതും ജൈനൻ്റേതും സിഖുകാരൻ്റെ മാത്രമല്ല, എല്ലാവരുടേതുമാണ്. നമ്മുടെ ദേശീയഗാനത്തിലും ഒക്കെ തന്നെയല്ലേ നമ്മൾ പറയണത്. നമ്മൾ പിന്നെ വർണ്ണങ്ങളും വേഷങ്ങളും ഭാഷകളും ഭൂഷാദികളൊക്കെ വെവ്വേറെ ഉണ്ടാകും, പക്ഷെ നമ്മളൊക്കെ ഒന്നാണ്, ഒറ്റക്കെട്ടാണ് എന്ന ചിന്താഗതിയല്ലേ ഇൻഡിപെൻഡൻസ് ഡേ ആണെങ്കിലും മറ്റു ദിവസങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ കൊണ്ടാടുന്നതും പറയുന്നതും ആഘോഷിക്കുന്നതും ഒക്കെ. ഇതിൻ്റെയൊക്കെ ആകത്തുക അതല്ലേ. ആ ഒരു അത്ര മാതൃക കാണിക്കേണ്ട PC ജോർജ് എന്ത് കണ്ടിട്ടാണ് ഈ ഒരു മതവിഭാഗത്തെ ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് പിന്നെ വീണോടുത്ത് കിടന്ന് ഉരുളുക പ്രശ്നമാകുന്ന കാണുമ്പോൾ. ഞാൻ അവരെയല്ല പറഞ്ഞത്, ഇവരെയല്ല പറഞ്ഞത്, മറ്റോരെ ഉദ്ദേശിച്ച മറിച്ചോരെ ഉദ്ദേശം പറഞ്ഞിട്ട് അതെല്ലാവരും പറയുന്ന കാര്യമാണ്. കോടതി ഇത്ര വലിയ പൊട്ടന്മാരെന്നല്ലല്ലോ കോടതിയിലിരിക്കുന്നത്. കോടതിയിലിരിക്കുന്നവരെ ബുദ്ധിയുള്ള ജഡ്ജിമാരൊക്കെ നല്ല ബുദ്ധിയുള്ളവർ തന്നെയാണ്. സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ അവരെ പറ്റിക്കാൻ പറ്റില്ല. അപ്പോൾ പോലീസിന് ഇപ്പോൾ എന്തായാലും നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് PC ജോർജിനെ അറസ്റ്റ് ചെയ്യൽ നിർബന്ധമായിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിധി കേൾക്കാണ്, കാരണം നിയമത്തിനാരും അതീതരല്ലല്ലോ, എല്ലാവർക്കും ഒരേ നിയമം വേണം. അങ്ങനെ കോടതി പാസ്സാക്കുമ്പോഴാണ് കോടതിയിലും നിയമത്തിലും പോലീസിലൊക്കെ ആളുകൾക്ക് വിശ്വാസം ഉണ്ടാവുകയുള്ളൂ. നേരെ മറിച്ച് PC ജോർജിന് ഒരു നിയമം, ബാക്കിയുള്ള ആളുകൾക്ക് വേറെ നിയമം എന്ന് പറയുമ്പം നിയമത്തിനോടുള്ള ഒരു വിശ്വാസത്തെ തന്നെ പൊതുജനങ്ങൾക്ക് നഷ്ടപ്പെടും. അത് ക്രമസമാധാന തകർച്ചയിലേക്ക് വഴിവെക്കും. കാരണം നാവിന് എല്ലില്ല എന്ന് വിചാരിച്ചിട്ട് ലൈസൻസ് ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്ത് പറയണം പറയണ്ട എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? അപ്പം കുറച്ച് പ്രായമായ ആളാണ്, അതുകൊണ്ട് നാക്കുപിഴ എന്ന് പറഞ്ഞപ്പോൾ കോടതി തന്നെ തിരുത്തി. നാക്കുപിഴ ഒരു വട്ടമൊക്കെ മനുഷ്യന് വരാം, സ്വാഭാവികമാണ്. പക്ഷേ 1, 2, 3 നാക്കുപിഴകളുടെ ഒരു ഘോഷയാത്ര തന്നെ വന്നു എന്നുള്ള രീതിയിലാണ് കോടതി നിരീക്ഷിച്ചത്. അപ്പോൾ പ്രായമായിട്ട് അത്തും പിത്തും പറയണമെന്നുണ്ടെങ്കിൽ അവർ വീട്ടിലിരിക്കണം, അവർ ചാനൽ ചർച്ചയ്ക്ക് വരാൻ പാടില്ല.
അവർ മൈക്കിന് മുമ്പ് പാഞ്ഞു കയറാൻ പാടില്ല. അങ്ങനെ ലൈസൻസ് ഇല്ലാത്ത അവിടെ പറയാൻ പറ്റില്ല. ഇവിടെ ഇന്ത്യ രാജ്യമാണ്, കേരളമാണ്. ഇവിടെ എല്ലാവർക്കും നിയമമുണ്ട്. ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല. മുസ്ലിങ്ങൾക്ക് മാത്രം നിയമം, ഹിന്ദുക്കൾക്ക് മാത്രം നിയമം, ക്രിസ്ത്യൻസ് മാത്രം നിയമം, എല്ലാവർക്കും ഒരേ നിയമമാണ്. ഇവിടെ മതേതരത്വത്തോടു കൂടി, സ്നേഹത്തോടു കൂടി, സൗഹൃദത്തോടു കൂടി ജീവിക്കണം. ഭീകരവാദവും വിധ്വംസക പ്രവർത്തനവും വർഗീയതയും ആരാണെങ്കിലും ഏത് മതവിഭാഗങ്ങളിലും വെച്ചുറപ്പിക്കാൻ പാടില്ല. അവിടെ ഒരിക്കലും പക്ഷപാതിത്വം കാണിക്കാൻ പാടില്ല. നിയമപാലകരോടൊക്കെ എനിക്ക് അതാണ് പറയുന്നത്, എല്ലാവരെയും ഒരേപോലെ കാണണം. അങ്ങനെ കാണും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് PC ജോർജ് ഇനിയെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ അഥവാ മുസ്ലിങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന, ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൽ നിന്ന് ഏറ്റവും നല്ലൊരു പങ്ക് മുസ്ലിങ്ങൾക്കുണ്ട്. ആർക്കവിടെ നിഷേധിക്കാൻ പറ്റുക? ഇവിടെ മുസ്ലിങ്ങളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ PC ജോർജ് ആരാ പറയാൻ? ഞാൻ ഇതിൻ്റെ അപ്പുറം പറയാൻ എനിക്ക് വയ്ക്കായിട്ടല്ല. ഒരുപാട് വാക്കുകൾ നമ്മൾ നാവിൽ വരുന്നുണ്ട്, നമ്മളത് പിടിച്ചു നിർത്തുകയാണ്. പണ്ഡിതോചിതമായി നമ്മൾ സംസാരിക്കണമല്ലോ, അല്ലാതെ അതൊന്നും പറയാൻ കിട്ടായിട്ടല്ല. ഇതൊക്കെ ഒന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല. ഞങ്ങളോട്, മുസ്ലിങ്ങളോട് ഇവിടുന്ന് പോകാൻ പറയാൻ PC ജോർജ് ആരാ? PC ജോർജിന് എന്ത് അധികാരമാണ് അതിനുള്ളത്? അതുകൊണ്ട് ഇനിയെങ്കിലും കണ്ടും കേട്ടും സൂക്ഷിച്ചും സംസാരിച്ചുകൊള്ളി കേട്ടോ. അതുകൊണ്ട് കോടതിയുടെ ഈ തീരുമാനത്തെ അപ്രിസിയേറ്റ് ചെയ്യുന്നു, കോടതിയെ ബഹുമാനിക്കുന്നു. പോലീസുകാർ എന്ത് ചെയ്യണം? നിയമപാലകർ കോടതിയുടെ തീരുമാനത്തിനനുസൃതമായി ഇവിടെ ആരും നിയമത്തിന് അതീതരല്ല എന്ന് തെളിയിച്ചുകൊണ്ട് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണം. അതാണ് ഇവിടെ വേണ്ടത്. അപ്പോഴേ നന്നാവുള്ളൂ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജയിലിലടക്കണം. അപ്പോൾ അതിൻ്റെ ചൂരൊക്കെ അറിയുമ്പോഴാണ്, അതിൻ്റെ മധുരം അറിയുമ്പോഴാണ് പിന്നെ ഒരു പേടിയുണ്ടാവും. മറ്റത് നിയമമൊന്നും ഒരു അറസ്റ്റുമില്ലാതെ, ഒരു ശിക്ഷാ നടപടിയുമില്ലാതെ കയറൂരി വിടുമ്പോഴെന്താണ്? അപ്പോൾ പിന്നെ വീണ്ടും ഇതിലപ്പുറം പറയാനുള്ളൊരു ഊർജ്ജമായല്ലോ. കാരണം ഇവിടെ എന്തും പറയാലോ എന്നുള്ളൊരു ചിന്താഗതി. അപ്പോൾ ആ ഒരു മനോഗതി മാറ്റിക്കൊടുക്കണം. അത് മാറ്റിക്കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത്തരം വർഗീയ ഭ്രാന്തന്മാർ ആരായാലും ശരി, ഏത് മത വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും ശരി, അവരെ കോടതി ശിക്ഷിക്കണം. അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം. അപ്പോഴേ നാട് നന്നാവുകയുള്ളൂ. ഇവിടെ മതവിദ്വേഷം പറഞ്ഞുകൊണ്ട് ഈ നാടിനെ കത്തിച്ച് കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കുന്ന ഏത് സംഘടനയിൽപ്പെട്ട ആളുകളായാലും ശരി, അവരെ ഒന്നും ബഹുമാനപ്പെട്ട കോടതികൾ വെറുതെ വിടരുത് എന്നാണ് എനിക്ക് അഭിപ്രായം. നിയമപാലകരും തന്നെ ഇവിടെ പക്ഷപാതിത്വം കാണിക്കാതെ എല്ലാവർക്കും ഒരേ നിയമമാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്ന, ആ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു നാളെ പുലരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ മതേതര സ്വഭാവമുള്ള എല്ലാ ആളുകളും ഇതിൽ ലൈക്കടിക്കണം. നിങ്ങൾ സഭ്യമായ കമൻറ്റുകൾ രേഖപ്പെടുത്തണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. മതേതര വിശ്വാസികളായ സ്നേഹം സൂക്ഷിക്കുന്ന നമുക്കൊക്കെ സന്തോഷം നൽകുന്നൊരു വാർത്തയാണ്. അതുകൊണ്ട് പ്രോസിക്യൂഷനായി നിൽക്കുന്ന കേരള സർക്കാരിനും എൻ്റെ വക ഒരു അഭിനന്ദനങ്ങൾ.